ഡൽഹി ജന്തർ മന്ദിറിൽ സമരം തുടർന്ന് പാറ്റകൾ. എന്നാൽ ശക്തമായ സുരക്ഷാ ക്രമീകരണമാണ് ഡൽഹി പോലീസ് ഒരുക്കിയിട്ടുള്ളത്. രാഹുലിന്റെ പെരുമാറ്റം അപലപനീയമെന്നും പ്രതിപക്ഷ നേതാവ് എന്ന പദവിക്ക് യോജിക്കാത്തതാണെന്നും BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ കുറ്റപ്പെടുത്തി. ഏത് വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറെന്ന നിലപാടാണ് BJPയുടേതെന്നും അദ്ദേഹം പറഞ്ഞു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും TS ആദർശ് ചേരുന്നു. ആദർശ്, പാറ്റകളുടെ പേരിൽ അവിടെ നടക്കുന്ന സമരം അത് അക്രമത്തിലേക്ക് കലാശിക്കുകയാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് രാഹുലിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിൽ പരിധി വിട്ടുള്ള സമരം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ കാട്ടിക്കൂട്ടിയത്. ഇന്ന് ഏത് തരത്തിലാണ് പാറ്റകൾ സമരം ആസൂത്രണം ചെയ്തിട്ടുള്ളത്? ശക്തമായ സുരക്ഷാ ക്രമീകരണം ഡൽഹി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായല്ലോ. അക്രമം ഉണ്ടായാൽ കർശനമായി അടിച്ചമർത്തുമെന്നും പോലീസ് അറിയിക്കുന്നുണ്ടല്ലോ ആദർശ്. വിനോദ്, പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള ഒരു സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത്. ജന്തർ മന്ദറിലാകട്ടെ തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിവസവും ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്കാർ സംഘടിച്ചിരിക്കുകയാണ്. കാരണം അവർ 20-ാം തീയതിയാണ് അവരുടെ പാർലമെന്റ് മാർച്ച് പ്രഖ്യാപിച്ചിരുന്നത്. അതിന് മുൻകൂർ അനുമതി വാങ്ങിയില്ല എന്ന് ഡൽഹി പോലീസ് ചൂണ്ടിക്കാട്ടുകയും ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. പാർലമെന്റ് മാർച്ചുമായി രംഗത്തിറങ്ങിയവർ അക്രമത്തിലേക്ക് നീങ്ങിയപ്പോൾ കടുത്ത നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്കാർ നടത്തിയ ആക്രമണത്തിൽ 118 പോലീസുകാർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഈ രീതിയിൽ ശക്തമായിട്ട് ഉള്ള ഒരു പ്രതിരോധം അതുതന്നെയാണ് രാജ്യതലസ്ഥാനത്ത് പോലീസ് തീർക്കുന്നത്. എന്നാൽ കോക്രോച്ച് ജനതാ പാർട്ടിയാകട്ടെ അവർ ജന്തർ മന്ദറിൽ സംഘടിച്ചുകൊണ്ട് ഈ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ പോലീസ് ഒരുക്കുന്ന ഈ എല്ലാ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് പോലീസ് ഒരുക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം മറികടന്ന് എങ്ങനെ പാർലമെന്റിന് സമീപത്തിലേക്ക് എത്താം എന്നത് സംബന്ധിച്ചുള്ള ചില ഗൂഢാലോചനകളും അവരുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. കാരണം ആദ്യ ദിവസം തന്നെ അവർ ഈ രീതിയിൽ റൈസിന റോഡിലും പ്രസ് ക്ലബ് റോഡിലും ഒക്കെ നിന്നുകൊണ്ട് ഒറ്റ തിരിഞ്ഞ് പാർലമെന്റിനുള്ളിലേക്ക് കടക്കാൻ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ സമരത്തിന്റെ നേതൃത്വത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ കടന്നു വന്നതോടുകൂടി കോക്രോച്ച് ജനതാ പാർട്ടിയിലും ആശയക്കുഴപ്പം രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതൊരു കോൺഗ്രസിന്റെ സമരമായി മാറുന്നു എന്നുള്ള ഒരു ആശങ്ക അത് കോക്രോച്ച് ജനതാ പാർട്ടിക്കാർക്കുമുണ്ട്. എന്തായാലും നിലവിൽ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ഭീമാർമി അടക്കമുള്ള സംഘടനകളുടെ ഒക്കെ നേതാക്കളും പ്രവർത്തകരും ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്തുണയുമായി ഇവിടെ എത്തിയിട്ടുണ്ട്. രാഷ്ട്രീയമായി കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ സഖ്യത്തിലെ പാർട്ടികളൊക്കെ ഇതിനെ പൂർണ്ണമായും പിന്തുണ നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഈ സമരത്തെ കോൺഗ്രസ് ഹൈജാക്ക് ചെയ്യുകയാണോ എന്നുള്ള ഒരു ആശങ്കയും കോക്രോച്ച് ജനതാ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ജന്തർ മന്ദറിൽ സംഘടിച്ച് അവരുടെ ഭാവി നടപടികൾ എന്താണ് എന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യുകയുമാണ്. അബ്ജദ് അടക്കമുള്ളവർ ഇത് സംബന്ധിച്ച് ഉള്ള ഒരു പ്രഖ്യാപനം ഉടൻ തന്നെ നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേന്ദ്ര സർക്കാരാകട്ടെ ഈ നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള എല്ലാ വിഷയങ്ങളിലും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ സമരത്തെ ശക്തമായി തന്നെ നേരിടുമെന്ന് ഡൽഹി പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട്. അതെ, ഇന്നും ഡൽഹിയിൽ സമരത്തിൻ്റെ പേരിൽ അക്രമങ്ങൾ കാട്ടിക്കൂട്ടാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. അതിൻ്റെ തുടക്കമെന്നോണമാണ് ഇന്ന് നിരവധി യുവാക്കൾ അവിടെ മുദ്രാവാക്യം വിളിക്കുന്ന തത്സമയ ദൃശ്യങ്ങൾ കണ്ടത്. എന്നാൽ അക്രമം നടത്തിയാൽ കർശനമായി അതിനെ ചെറുക്കും എന്നുള്ള കാര്യം ഡൽഹി പോലീസ് അറിയിച്ചിട്ടുണ്ട്. കനത്ത സുരക്ഷയാണ് ഡൽഹിയിൽ ഒരുക്കിയിട്ടുള്ളത്.